ഇടവക്കൂറാണ്. ടോറസ് എന്നാണ് ഇംഗ്ലീഷിൽ അതിൽ പറയുന്ന പേര്. കാർത്തിക മുക്കാല്, കാർത്തികയുടെ 2, 3, 4 പാദങ്ങളും രോഹിണിയും മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ ചേർന്നതാണ് ഇടവക്കൂറ്. ഇടവക്കൂറുകാർക്ക് സ്വക്ഷേത്രത്തിലാണ്, സ്വന്തം രാശിയിലാണ് ശുക്രൻ. അതൊരു അനുകൂലമായിട്ടുള്ള ഫലം ചെയ്യുന്നതാണ്. കൂടുതൽ സൗഖ്യം ഉണ്ടാവുക, ധനലാഭങ്ങൾ ഉണ്ടാവുക, അതുപോലെ മറ്റുള്ളവരുടെ ശ്രദ്ധയ്ക്ക് അഥവാ ആകർഷണം ഉണ്ടാവുക. മെയ് 14 ശേഷം ബുധൻ ഇടവത്തിലേക്ക് വരുന്നതോടെ കൂടുതൽ യുക്തിപരമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കാനും ഒക്കെ സാധിക്കും. പഴയ തെറ്റുകളൊക്കെ തിരുത്തി മുന്നോട്ട് പോകാനും ഒക്കെയുള്ള സാഹചര്യം ഉണ്ടാകും. ആഡംബര വസ്തുക്കളോടുള്ള ഒരു താല്പര്യത്തിൻ്റെ കൂടുതൽ കൊണ്ട് അതിനു വേണ്ടിയിട്ട് കൂടുതൽ ധനം ചെലവ് ചെയ്യും. ഈ വരുന്ന സമയങ്ങളിലും ഇത് സംബന്ധമായിട്ടുള്ള ചിലവുകൾ കൂടി വരാനുള്ള സാധ്യത ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഉണ്ടായിരുന്ന സേവിങ്സ് അതിലൂടെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. പണം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട കാലമാണ്. കുടുംബജീവിതത്തിൽ സന്തോഷം, സമാധാനം ഒക്കെ ഉണ്ടാകും. അവിടെ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് മാത്രമല്ല, നല്ല വാർത്തകൾ അഥവാ കുടുംബവുമായിട്ടുള്ള ഒന്നിച്ചുള്ള സുഖം അനുഭവിക്കാനുള്ള സാധ്യത കാണുന്നുണ്ട്. മക്കളിൽ നിന്നും ഒക്കെ നല്ല വാർത്തകൾ ഉണ്ടാകാനും ഒക്കെ, പരീക്ഷാ വിജയം മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ട് അതുകൊണ്ടുണ്ടാവുന്ന സുഖം അനുഭവിക്കാനും അനുകൂലമായിട്ടുള്ള സമയമാണ്.